ഹായ് ഗൈസ്, ഇന്ന് ജോലി സ്ഥലത്തുനിന്ന് ലീവ് എടുത്ത് ഞാനും അഖിലേഷും കൂടി ഒരു യാത്രയിലാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമോ? എന്തായാലും കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം എവിടെയാണ്. ഏകദേശം സമയം ഇപ്പോൾ രാവിലെ 6 മണിയായിട്ടുണ്ട്. മച്ചാമാരെ, ഇവിടെ ഫുൾ കോടയും തണുപ്പുമാണ്. നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്കിന്ന് ആ സ്ഥലത്ത് എന്തായാലും എത്തിയേ പറ്റുള്ളൂ. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാഞ്ചാലിമേടാണ്. ഈ പ്രദേശത്തിന് പാഞ്ചാലിമേട് എന്ന് പേര് കിട്ടാൻ ഒരു കഥയുണ്ട്. നമ്മുടെ മഹാഭാരതത്തിലെ പാണ്ഡവ വനവാസ കാലത്ത് പാഞ്ചാലിയുമൊത്ത് ഈ പ്രദേശത്താണ് താമസിച്ചിരുന്നത്. അവസാനം നമ്മളിതാ പാഞ്ചാലിമേട് എത്തിയിരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഒരാൾക്ക് 20 രൂപ എന്ന ടിക്കറ്റ് നിരക്കിൽ നമുക്കിവിടെ പ്രവേശിക്കാവുന്നതാണ്. തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് 160 കിലോമീറ്ററും മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് 280 കിലോമീറ്റർ ദൂരവും കോട്ടയം ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഏകദേശം 65 കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വളരെ അധികം ഐതിഹ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഈ പുണ്യസ്ഥലത്ത് വിശ്വാസങ്ങൾ സമന്വയത്തോടെയാണ് നിലനിൽക്കുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച മാതൃകാപരമായ ഭിന്നശേഷി സൗഹൃദ കേന്ദ്രങ്ങളിൽ ഒന്നാണ് എന്നൊരു പ്രത്യേകതയും ഈ സ്ഥലത്തിനുണ്ട്. നടപ്പാതയുടെ ഒരു വശത്ത് കുരിശുകളുടെ ഒരു പരമ്പരയും മറുവശത്ത് ഭുവനേശ്വരിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ക്ഷേത്രവും കാണാം. ഇതിനു ചുറ്റുപാടുമായി ശിവലിംഗങ്ങൾ, തൃശൂലം, നാഗവിഗ്രഹങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങളും കാണാൻ കഴിയും. നിങ്ങളുടെ യാത്രക്കിടയിൽ വിശ്രമിക്കേണ്ട ആവശ്യം വന്നാലും നിങ്ങൾ ഈ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നടവഴികളിൽ ബെഞ്ചുകളും ചെറിയ ഹാളുകളും നിർമ്മിച്ചിട്ടുണ്ട്. പാഞ്ചാലിമേടിന്റെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് നിങ്ങൾ വളരെ തളർന്ന് ക്ഷീണിച്ച് തിരിച്ചു വരുമ്പോൾ പ്രവേശന കവാടത്തിനടുത്ത് തന്നെ പാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും ലഭിക്കുന്നതാണ്.